ഞാനൊരു മൂസാൻകുട്ടിയുടെ കഥ പറയാറുണ്ട്. ഡോക്ടർ ഫൈസൽ ഉളിയിൽ ഒരിക്കൽ ഒരു മാസികയിൽ എഴുതിയ അനുഭവമാണ്. ഒരു അധ്യാപകൻ രാവിലത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇങ്ങനെ ഗംഭീരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചുമോൻ ഇങ്ങനെ ഉറക്കു തൂങ്ങി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തലകുത്തി ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അധ്യാപകന് അരിശം മൂത്തു. അയാളുടെ ആ അരിശത്തിന്റെ കടുപ്പം അനുസരിച്ച് തലക്കെട്ടൊന്ന് കൊടുത്തു. തല ഇങ്ങനെ ഡെസ്ക് മേൽ ഇടും എന്ന് പറഞ്ഞ് മുട്ടിയപ്പോ കുട്ടികളെല്ലാവരും ചിരിച്ചു. അധ്യാപകന് ഭയങ്കര ആഹ്ലാദമായി. ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്ന രീതിയിൽ അദ്ദേഹം ക്ലാസ് മുന്നോട്ട് പോയി. ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് സഹപാഠിയായ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സാറേ, അവൻ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. അവന്റെ ഉമ്മ വലിയൊരു മാരക രോഗിയാണ്. ആ ഉമ്മ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. രാത്രി മുഴുവനും അവൻ ഉമ്മയെ പരിചരിക്കാനിരുന്നതാണ്. അയൽവാസികളെല്ലാവരും നീ പോകണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ എന്നിട്ടും വന്നതാ, അവനോട് ഉറങ്ങിപ്പോയതാ. ഇത് കേട്ടപ്പോ തല്ലിയ അധ്യാപകന്റെ ഉള്ളം പകുത്തു. അയാൾ ഭക്ഷണം കഴിക്കാൻ കഴിയാഞ്ഞിട്ട് എഴുന്നേറ്റു. അദ്ദേഹം ഈ മൂസാൻകുട്ടിയുടെ വീട് അന്വേഷിച്ചു. വീട്ടിലേക്ക് ചെന്നു. വീട് ഒരു കുന്നും മലയും കയറി വേണം എത്താൻ. വാഹനത്തിൽ പോകാൻ പറ്റാത്ത സ്ഥലം. നടന്ന് വീടിനടുത്തെത്തുമ്പോഴേക്ക് വീടിന് ചുറ്റിലും ആളുണ്ട്. താർപ്പായി വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് വാർത്ത വന്നു, ഈ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. മാസങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഈ മാതാവിനെ നിരന്തരം പരിചരിച്ചു കഴിയുന്ന ഈ മൂസാൻകുട്ടിയുടെ ഉറക്കിനെ തല്ലുന്നവൻ, അതുപോലെയുള്ള കാരണവശാൽ ഒരു പുസ്തകം മറന്നവനെ നാം അവരുടെ പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്താൽ നാം അധ്യാപകരെന്ന തസ്തികയിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് പോലും എത്രയോ അകന്നു പോകും. മുൻധാരണകൾ ഉപേക്ഷിക്കുകയും പ്രശ്നങ്ങൾ കാംനെസ്സോടുകൂടെ, ശാന്തതയോടുകൂടെ അഡ്രസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായാൽ നമ്മൾ പ്രശ്നങ്ങൾ എളുപ്പം പരിഹരിക്കാൻ പറ്റും. പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാതിരിക്കുക, എന്നാൽ എളുപ്പം ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും.